ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിനെയും ഗോവിന്ദിനെയും പറ്റി കുറ്റം പറയാണ് നമ്മുടെ രാധിക. ആ സമയത്ത് ഗീതു വന്ന് കേൾക്കാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു പെൺകോന്തനായതുകൊണ്ട് എനിക്ക് എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നുണ്ട് രാധികാമ്മയെ. അപ്പോൾ രാധികാമ്മ പറയുന്നുണ്ട്, ഇതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. നിന്റെ കണ്ണുകൾ ഈ ഒരുമ്പെട്ടവൾ കെട്ടിയിരിക്കുക കണ്ണ, അതുകൊണ്ടാ ഇവിടെ നടക്കുന്ന ചതികളൊന്നും മനസ്സിലാവാത്തത്. നിന്റെ കണ്ണിൽ അന്ധകാരം മാറുന്നത് വരെ ഈ അമ്മ ഇവിടെ തന്നെ കാത്തിരിക്കും എന്ന് പറയണേ. എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോൾ, അതെ രാധികാമ്മ ഒന്ന് നിന്നേ, ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഗോവിന്ദ് രാധികാമ്മയുടെ പിന്നാലെ പോകുന്നുണ്ട്. പിന്നീട് ഗോവിന്ദ് ഗീതുവിനോട് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നീ അടക്കം എനിക്ക് 4 ഭാര്യമാരും അതിൽ 1 ഡസൻ കുട്ടികളും ഒക്കെ ഉണ്ട്. ഇപ്പോഴും ഞാൻ അവരോട് ബന്ധം വെക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇല്ലെന്ന് എനിക്കറിയാലോ. കണ്ണേട്ടൻ്റെ മനസ്സിൽ ഞാനും എൻ്റെ ലച്ചുമോള് മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാമെന്ന് പറയാണ്. കുറച്ച് റൊമാൻറ്റിക് സീനാണത്. അതിനുശേഷം കാണിക്കുന്നത് ഭാസ്കരൻ അനാർക്കലിയോടും നമ്മുടെ രാധികയോടും ഗീതവും ഗോവിന്ദും പോകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അനാർക്കലി പറയും, അവരുടെ യാത്രയുടെ ലക്ഷ്യം എന്താന്ന്, നമ്മുടെയൊക്കെ ഭൂതകാലം ചെയ്യാൻ വേണ്ടിയിട്ടാ അവര് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് പറയാൻ കേട്ടോ ഭാസ്കരൻ. ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് രാധിക. പോകുന്നതെന്നല്ല ഇവിടെ വിഷയം, ഭാസ്കരേട്ടൻ എൻ്റെ ആദ്യത്തെ ഭർത്താവാന്ന് പറഞ്ഞാൽ അതോടെ എല്ലാം തീരും എന്ന് പറയാട്ടോ രാധിക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.